1500 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള ടെറേറിയംസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 7 കൊല്ലം പഴക്കമായി ഉള്ള ടെറേറിയം ഉണ്ട്. അത് ഇതുവരെ ഓപ്പൺ ചെയ്യാത്തൊരു ടെറേറിയം കൂടിയാണ്. ഇപ്പം 4 കൊല്ലമായിട്ട് ഓപ്പൺ ചെയ്യാത്ത ഒരു ടെറേറിയം, ഒരു 3 ടെറേറിയംസ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് വേണ്ട ഒരു ഗ്ലാസ് ബോള്, ജാറ്, നമുക്ക് വേണ്ട ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വാട്ടർ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഒരു ഡ്രൈനേജ് സിസ്റ്റമായിട്ട് നമുക്ക് ഗ്രേവൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമ്മളിതിനെ വേർതിരിക്കാനായിട്ടൊരു നെറ്റ് ഇടും. ഞാൻ ഇപ്പോൾ നേച്ചർ അക്വേറിയം ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു പലുഡേറിയം, ടെറേറിയം, ക്ലോസ് ടെറേറിയം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈ പ്ലാന്റ് നടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, പിന്നെ അതിലുണ്ടാകുന്ന ഒരു ഗ്രോത്ത് ഉണ്ട്. നമുക്കിത് കുറച്ചുകൂടെ ലൈവായിട്ട് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്പീഡിൽ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്നും ഇതിങ്ങനെ വാച്ച് ചെയ്യാം, ഇതെന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അക്വേറിയത്തിലാണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പരിപാടി നമുക്ക് കാണാൻ പറ്റും. പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെയാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ടെറാറിയവും. ഇങ്ങനെയുള്ള ടെറാറിയങ്ങൾ മേക്ക് ചെയ്യുന്ന രണ്ടുപേരെയാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലേ ഈ ടെറാറിയം, അതുപോലെ അക്വേറിയത്തിലെ പ്ലാന്റ് നിർമ്മിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ഈ ടെറാറിയത്തിൽ പ്ലാന്റുകൾ എങ്ങനെ അതിജീവിക്കുന്നു, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കാണാം ആ മനോഹര കാഴ്ചകൾ. കേരളത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾ ടെറേറിയം വീട്ടിൽ നിർമ്മിക്കുന്നുണ്ട്. വയനാട് കുംബ്ലേരിയിലെ യുവദമ്പതികളായ ബേസിലും ഏഞ്ചലും ഒരുക്കുന്ന ചില്ലുഭരണിക്കുള്ളിലെ കുഞ്ഞൻ ഭൂമി കണ്ടാൽ ആരും പറഞ്ഞു പോകും, ആഹാ അതിമനോഹരം. പ്രത്യേക കരവിരുതിൽ വളരെ ക്ഷമയോടെ ഒരുക്കിയെടുക്കുന്ന ടെറേറിയത്തിൽ കലയും ശാസ്ത്രവും ഒരുമിക്കുന്നു. ചില്ലുകൂടാരത്തിൽ വളരുന്ന ചെടികളുടെ രൂപഭംഗിയും ഒപ്പമുള്ള വസ്തുക്കളുടെ നിറവും ആകൃതിയുമെല്ലാം ചേർന്നതാണ് ടെറേറിയത്തെ മനോഹരമാക്കുന്നത്. ഹായ്, ഞാൻ ബേസിൽ, ഇത് ഏഞ്ചൽ. ഞങ്ങൾ ഗ്രീൻ മ്യൂസിയം എന്ന് പറഞ്ഞൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇതിലേക്ക് എത്തിയത് പണ്ട് തൊട്ടേ ചെടികളൊക്കെ വളർത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി, ഞാൻ പെയിൻറ്റിംഗ് ആണ് പഠിച്ചത്, ആള് ബോട്ടണിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റ് മുന്നോട്ട് പോകണം എന്ന് കരുതിയിട്ടാണ് ഗ്രീൻ മ്യൂസിയം എന്നൊരു പ്രൊജക്റ്റിലെത്തിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെടികളിങ്ങനെ കളക്ട് ചെയ്യുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ചെടികൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഒരു ടെറേറിയം എന്നൊരു കൺസെപ്റ്റ് കാണാനിടയായത്. അപ്പോൾ അങ്ങനെ ടെറേറിയത്തെ പറ്റി കൂടുതൽ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഓക്കെ, ടെറേറിയം ഒരു കുപ്പിക്കുള്ളിൽ നമുക്കൊരു ഭൂമിനെ സൃഷ്ടിച്ചത് കൂടെ കൊണ്ടുനടക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യത്തെ മനസ്സിലായത്. സോ അതിനുശേഷം ഞങ്ങൾ കുറേ ഒരു 7-8 കാലം മുന്നേ കുറേ ടെറേറിയങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ചെയ്ത എല്ലാ ടെറേറിയങ്ങളും പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ടതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് തപ്പിത്തുടങ്ങിയ പിന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നീ കാണുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെറേറിയം മേക്കിങ്ങിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു റോക്ക് ഗാർഡൻ ആണ്. നമ്മുടെ വീടിന് ചുറ്റും ഒത്തിരി പാറകളുണ്ട്. ആറാട്ടുപാറ ആയിക്കോട്ടെ, ഫാൻറ്റം റോക്ക് ആയിക്കോട്ടെ, ചീങ്ങേരിപ്പാറയൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ ചെറുപ്പത്തിലെ മുതലേ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പല ചെടികളും കണ്ട്, ഇപ്പോൾ ഓർക്കിഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോസസ് ആയിക്കോട്ടെ, പന്നൽ ചെടികളായിക്കോട്ടെ, ഇതൊക്കെ കണ്ട് നമുക്ക് പരിചയമുണ്ട്.
പക്ഷെ ഇതിനൊക്കെ സക്സസ്ഫുള്ളായിട്ട് വളർത്തുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അപ്പോൾ കുറേ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട് തന്നെയാണ് വീണ്ടും ഒരു ട്രയൽ ആൻഡ് എററിലൂടെ വീണ്ടും വീണ്ടും നട്ടും നനച്ചും ഒക്കെ സംരക്ഷിച്ചു പോന്നിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു സക്സസ്സിലേക്ക് എത്തിയത്. അപ്പം അതിനെ കൂടുതൽ ഭംഗിയുള്ളൊരു രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമായിട്ടാണ് ടെറേറിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെറേറിയത്തിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാക്കാം, ഒരു ചെറിയ ഭൂമി അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കാം, കൂടുതൽ ചെടികൾ ഭംഗിയായിട്ട് അതിൽ നടാം. അപ്പോൾ അതിൽ തന്നെ കല്ലുകളും അതേപോലെ തന്നെ ഡ്രിഫ്റ്റ് വുഡും മരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഫോറസ്റ്റിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓപ്പൺ ടെറേറിയവും ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറേറിയവുമാണ്. ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറേറിയമാണ് പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ കാണുന്ന, പ്രത്യേകിച്ച് വെസ്റ്റേൺ കാട്ടിൽ കാണുന്ന പല ചെടികളും ഭയങ്കര ഭംഗിയായിട്ട് വളർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ നിലനിർത്താനും അങ്ങനെ അതിനെ ഭയങ്കര ഭംഗിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഇത് തുടങ്ങിയതിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ പശ്ചിമഘട്ടത്തിൽ കാണുന്ന പല ചെടികളും നേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിനെ ഒരു എക്സി2 കൺസർവേഷൻ മോഡലിലേക്ക് കൊണ്ടുവരുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെറേറിയം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ചെടികളും നമ്മൾ വളരെ ശ്രദ്ധാപൂർവമാണ് അവിടെ നിന്ന് എടുക്കാറുള്ളതും പ്രൊപ്പഗേറ്റ് ചെയ്യാറുള്ളതും ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടെറേറിയംസിലാക്കി പല പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും. അപ്പം ഈ ഒരു എസ്തെറ്റിക്സ് ഉള്ളതുകൊണ്ട്, ഈ ഒരു ഭംഗിയുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇത് എന്ത് ചെയ്യും, നിലനിൽക്കും. നമ്മുടെ ചെടികൾ നമ്മുടെ സ്വാഭാവിക വനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടാലും അവരവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി നമ്മൾ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ചെടി നട്ടുവളർത്താൻ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് വീടിനുള്ളിൽ ടെറേറിയം ഒരുക്കാം. നന്നായി അടച്ച് നേരിട്ടല്ലാതെ വെളിച്ചം കിട്ടുന്നിടത്ത് വെക്കണം. 3 മാസത്തോളം സൂക്ഷ്മ നിരീക്ഷണം വേണം. പകൽ രൂപപ്പെടുന്ന ഈർപ്പം വൈകുന്നേരങ്ങളിൽ ഒഴുകി ചെടികളിലേക്കെത്തും. ഇലകൾ അഴുകുമ്പോൾ വളവുമാകും. ചില്ലിടയ്ക്ക് തുടച്ചു കൊടുക്കാം. ചെടികൾ കൂടുതൽ വളർന്നാൽ വെട്ടിക്കൊടുക്കാം. നമ്മുടെ ഈ ടെറേറിയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1.5 കൊല്ലത്തോളം പഴക്കമായി വരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്താക്കുന്ന പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റികൾ, നമുക്ക് ഗാർഡനിലൊക്കെ കിട്ടുന്ന വെറൈറ്റികളെ നമ്മൾ കുറച്ചുകൂടെ ചൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഫിറ്റോണിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്താക്കുന്നത്. പിന്നെ സിങ്കോണിയ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി, പിന്നെ കുറച്ച് ടൈപ്പ് മോസുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വെസ്റ്റേൺ കാട്ടിൽ നമുക്ക് കിട്ടുന്ന മോസുകൾ, അവൈലബിൾ ആയിട്ടുള്ള മോസ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആയിട്ട് പെപ്പറോമിയ എന്ന് പറഞ്ഞ പ്ലാന്റ്, അരാലിയ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ മെയിൻ്റെനൻസ് മാത്രം ആവശ്യമുള്ളൊരു ടെറേറിയമാണ്. നമുക്കൊരു 6 മന്ത്സൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് വൺസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പിന്നെ വളരെ വളർച്ച കൂടിയ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ട്രിം ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രോപ്പറായിട്ട് ലൈറ്റിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊരു 10, 25, 50 കൊല്ലം 60 കൊല്ലമൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വളരെ മെയിൻ്റെനൻസ് കുറവായിരിക്കും. അതാണ് നമുക്കിതിലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. നമുക്ക് ടെറേറിയം എന്ന് പറയുന്നത് ശരിക്കും വീട് എസ്തെറ്റിക്കലി നമുക്കത് മനോഹരമാക്കിയൊരു സ്ഥലത്തെ കൊണ്ടുപോകാൻ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് കൂടുതൽ. നമുക്കിതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിലീഫാണ്. നമുക്ക് എപ്പോഴും ഒരു ഇൻഡോർ ഗാർഡൻ ഇല്ലെങ്കിൽ ഒരു പച്ചപ്പ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെസ് റിലീഫ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിലേറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ്ഡ് ടെറേറിയംസ് നമ്മൾ കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു ചെറിയ സ്പോട്ട് ലൈറ്റിൻ്റെ താഴെ വെക്കുമ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവ് ആവും. നമുക്ക് കുറച്ചുകൂടെ കെയർ കുറവ് മതി. അപ്പം നമുക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കൂടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഇതേപോലത്തെ ടെറേറിയം ടേബിൾ ടോപ്പ് ഗാർഡനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടെറേറിയം എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് ടെറേറിയം എന്നുള്ളത് നമുക്കറിയണം. ടെറേറിയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, നമ്മുടെ കുപ്പിക്കുള്ളിലെ ഒരു ഭൂമിയാണ്. നമുക്കൊരു ഭൂമിയെ പറ്റി പഠിക്കാൻ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു സ്കൂളിലോ വീട്ടിലോ ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം ടെറേറിയം എന്ന് പറയുന്നതാണ്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാനിതിൻ്റെ ഒരു എയ്സ്തെറ്റിക്കൽ സൈഡ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഇതിൻ്റെ ഒരു സയൻസ് എന്നുള്ള രീതിയിൽ ബോട്ടണിസ്റ്റ് ഏഞ്ചൽ അത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു സയൻസ് ഏഞ്ചൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഭൂമിയുടെ ഒരു മിനിയേച്ചറാണ് ഒരു ടെറേറിയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ലെയേഴ്സ് പറയുകയാണെങ്കിൽ ഏറ്റവും മേലെ ഒരു ടോപ്പ് സോയിൽ ലെയർ ഉണ്ട്, അതിൻ്റെ താഴെ ഒരു സബ് സോയിൽ ലെയർ ഉണ്ട്, അതിൻ്റെ താഴെയായിട്ടൊരു ബെഡ് റോക്ക് ലെയർ ഉണ്ട്. ഈ ലെയേഴ്സിനെയാണ് നമ്മൾ ഇതിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഏറ്റവും മേലെ ഏറ്റവും ഓർഗാനിക് കണ്ടൻറ്റ് കൂടിയ സോയിൽ ഉണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചാർക്കോൾ ലെയർ. അപ്പോൾ നമ്മുടെ എർത്തിലുള്ള സബ് സോയിൽ ലെയറിനെ തന്നെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ചാർക്കോളിൻ്റെ രൂപത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ താഴെയായിട്ടൊരു ബെഡ് റോക്ക് ലെയർ. ആ ബെഡ് റോക്ക് ലെയറിൽ കൂടുതലും ഗ്രേവൽസ് ആയിരിക്കും ഉണ്ടാവുക. അവിടെ ആയിരിക്കും എക്സസ് ആയിട്ട് വരുന്ന വെള്ളം മൊത്തം ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, ഒന്ന് വെള്ളം സ്വാഭാവികമായിട്ടും ഇവാപ്പറേഷൻ വഴി മേലേക്ക് വരും. രണ്ടാമത് നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ചെടികൾ ലൈറ്റ് കിട്ടുന്നതോടുകൂടി പ്രകാശ സംശ്ലേഷണം ആരംഭിക്കുമല്ലോ. ആ സമയത്ത് ചെടികളുടെ ഉള്ളിലൂടെ ട്രാൻസ്പിറേഷൻ പുള്ള് വഴി എന്ത് ചെയ്യും, വെള്ളം മുകളിലേക്ക് ഉയരും. അപ്പോൾ ഇങ്ങനെ 2 പ്രക്രിയകളിലൂടെ ആയിട്ടാണ് വെള്ളം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബെഡ് റോക്ക് ലെയറിൽ നിന്നും അല്ലെങ്കിൽ ഈ ഗ്രേവലുള്ള ലെയറിൽ നിന്നും മേലേക്ക് എത്തുന്നത്. മേലേക്ക് എത്തിക്കഴിഞ്ഞ് മേലെയുള്ള ഗ്ലാസ്സിൽ തങ്ങി നിന്നിട്ട് എന്ത് ചെയ്യും, അത് വീണ്ടും മഴ പോലെ താഴേക്ക് ചാടും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ സൈക്കിൾ എന്താണ്, ഇതിൽ കംപ്ലീറ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ന്യൂട്രിയൻസ് ആണ്. ഒന്ന്, ഇത് ക്ലോസ്ഡ് ആയതുകൊണ്ട് പൊതുവേ ഇതിൽ നിന്ന് ന്യൂട്രിയൻസ് അത്രയധികം എസ്കേപ്പ് ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ തന്നെയുള്ള ഇലകൾ എന്ത് ചെയ്യും, ചീഞ്ഞ് ഇതിന് വളമായി മാറും. അപ്പം ഭൂമിയിൽ നടക്കുന്ന പോലെ തന്നെ ആ ഒരു സൈക്കിളും ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി മറ്റെന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ഫംഗൈ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂട്രിയൻസിനെ കുറച്ചുകൂടി ഇപ്പോൾ വലിയൊരു ഇലയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ചെറിയ കുറച്ച് ജീവികളെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, സ്പ്രിംഗ് ടെയിൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ജീവികളും എന്ത് ചെയ്യും, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കമ്പോണൻസ് ഒക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഈ സിസ്റ്റം സ്റ്റേബിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഈ ഒരു പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുകയും ഇത് സ്റ്റേബിളായിട്ട് തന്നെ ഒരു എക്കോസിസ്റ്റമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇന്ന് നമുക്ക് ഒരു ടെറേറിയം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത്, നമുക്ക് വേണ്ട ഒരു ഗ്ലാസ് ബോള്, ജാറ്, നമുക്ക് വേണ്ട ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു റൗണ്ടായിട്ടുള്ള ബൗൾ ഷേപ്പിലുള്ള ഒരു ജാറാണ്. ഓക്കെ, അതിലേക്ക് ആദ്യം വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാട്ടർ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഒരു ഡ്രൈനേജ് സിസ്റ്റമായിട്ട് നമുക്ക് ഗ്രേവൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവലാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഇതിനെ വേർതിരിക്കാനായിട്ട് ഒരു നെറ്റ് ഇടും, ഒരു പ്ലാസ്റ്റിക് നെറ്റ്. നമ്മൾ ഈ മെഷ് നമ്മൾ ഇതിൻ്റെ മേലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആ റൗണ്ട് മെഷിന് ശേഷം നമുക്ക് ആക്ടിവേറ്റഡ് ചാർക്കോൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ ചാർക്കോൾ എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള ഈ കെമിക്കലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോയിലിലോ പ്ലാന്റിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാർക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ചാർക്കോൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ സോയിൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ സോയിൽ ആഡ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഹാർഡ്സ്കേപ്പ് മേക്കിംഗ് എന്നാണ്. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഹാർഡ്സ്കേപ്പിംഗ്. അപ്പോൾ ഹാർഡ്സ്കേപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള ചെറിയൊരു വുഡ്, സ്റ്റോണ്, ഇതെല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരു നേച്ചർ സ്റ്റൈലായിട്ടുള്ള ഒരു ടെറേറിയമാണ്, ഒരു ട്രോപ്പിക്കൽ ടെറേറിയം. അപ്പോൾ ഈ ടെറേറിയത്തിൽ ഉപയോഗിക്കുന്ന റോസ്മൂർ എന്ന് പറയുന്ന ചെറിയൊരു വുഡാണ്, ഡ്രിഫ്റ്റ് വുഡാണ്. പിന്നെ ഈ സ്റ്റോണും ഡ്രിഫ്റ്റ് വുഡ് ഉപയോഗിച്ചിട്ടാണ് ഹാർഡ്സ്കേപ്പ് ചെയ്യുന്നത്. ഈ ഹാർഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്ന ഈ പ്ലാന്റുകൾ വെച്ചിട്ട് നമ്മളിതിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കായിട്ട് നമ്മുടെ ഒരു ടെറേറിയത്തിലേക്ക് ചെയ്യുന്നത്. ഓക്കെ.
നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. ഈ വെള്ളം നമ്മൾ മെല്ലെ സ്പ്രേ ചെയ്ത് വെള്ളം ഈ വാട്ടർ ടേബിളിലേക്ക് മെല്ലെ ഇറങ്ങുന്നത് വരെ, സോയിലെല്ലാം നന്നായിട്ട് നനയുന്നത് വരെ നന്നായിട്ട് വെള്ളം കൊടുക്കുക. വെള്ളമെല്ലാം മെല്ലെ സെറ്റായതിന് ശേഷം നമ്മളിത് എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് മെല്ലെ എടുത്ത് വെക്കുക. പിന്നെ ഒരു 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ മാക്സിമം വരെ ലൈറ്റ് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ടെറേറിയം വളരെ സ്റ്റേബിളായിട്ട് വരും. അപ്പോൾ ഈ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിംഗ് ടെയിൽ എന്ന് പറയുന്ന ചെറിയൊരു ജീവിയുണ്ട്. ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാന്റ്സുകളിൽ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് നമ്മളുടെ വെച്ചിരിക്കുന്ന ഈ മോസുകളിൽ സ്പ്രിംഗ് ടെയിൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം സ്റ്റേബിൾ ഒരു 2 മന്ത്സ് ആകുമ്പോഴേക്കൊക്കെ വളരെ സ്റ്റേബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്റ്റേബിൾ ആയതിന് ശേഷം നമുക്ക് ഇതെങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യിക്കാവുന്നതാണ്. നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ടെറേറിയ ആയിട്ട്, അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ ഭൂമിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. നമുക്കിത് നമ്മുടെ ഒരു ഇൻറ്റീരിയറിലായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് മാറി മാറി വരും. അതാണ് ഇതിൻ്റെ ഒരു റീസൺ. നമ്മുടെ പുറമേ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഇന്ത്യയിൽ ഇത് പോപ്പുലറായി വരുന്നേ ഉള്ളൂ. കേരളത്തിൽ ഹോബിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്, സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കൂടുന്നു. പിന്നെ ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്ന ഒരു കോവിഡിന് ശേഷം ഇത് നമ്മുടെ കേരളത്തിലൊക്കെ കുറച്ചുകൂടെ പോപ്പുലറായി വരുന്നുണ്ട്. കാരണം ആൾക്കാരൊക്കെ കുറച്ചുകൂടെ ഇൻഡോർ ഗാർഡനിങ്ങും ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഗ്രീൻ സ്പേസുകൾ സൃഷ്ടിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ചുകൂടെ ടെറേറിയംസ് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ പഴയ പോലെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊടുക്കാതെ കുറച്ചുകൂടെ ലൈവായിട്ടുള്ള ഈ ടെറേറിയം പോലുള്ള സാധനങ്ങൾ ഗിഫ്റ്റും കൂടെ കൊടുത്ത് ആ രീതിയിലേക്കൊക്കെ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ്. ഇത്തരം ഒരു ഗ്രീനായിട്ടുള്ള ഒരു ഇൻഡോർ ഒരു ഗാർഡനിങ് മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നത് ഒരു ജപ്പാനീസ് കൾച്ചറിൻ്റെ ഒക്കെ ഒരു മെത്തേഡാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആയി വരുന്നുണ്ട്. നമ്മൾ ടെറേറിയം മാത്രമല്ല, കൂടാതെ നേച്ചർ അക്വേറിയം, പലുഡേറിയം എന്നൊക്കെ പറയുന്ന ഒരു ഗാർഡനിങ് മെത്തേഡ് കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേച്ചർ അക്വേറിയം, ഇപ്പോൾ ഇത് കാണുന്ന വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു നേച്ചർ അക്വേറിയമാണ്. അപ്പോൾ ഇതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ആൾക്കാരുടെ അവരാഗ്രഹിക്കുന്ന സൈസിൽ സ്ഥലത്ത് അവിടെ വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പലുഡേറിയവും കമ്പാരിറ്റീവ്ലി മെയിൻ്റെനൻസ് വളരെ കുറവായിട്ടുള്ളൊരു മെത്തേഡാണ്. പകുതി വെള്ളം പകുതി കര ആ രീതിയിൽ നിൽക്കുന്ന ഒരു റിവറും റിവർ സൈഡുമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് പലുഡേറിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേച്ചർ അക്വേറിയം കുറച്ചുകൂടെ നമുക്ക് ഫിഷുകളെ ഡെത്തൊക്കെ കുറച്ച് വളരെ അവർക്ക് വേണ്ട ഒരു എക്കോസിസ്റ്റം കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതും ഫിഷുകൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഹോബിയിൽ ആൾക്കാർ കുറച്ചുകൂടെ രസകരമായിട്ട് കീപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ നേച്ചർ അക്വേറിയം ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. അത് വളരെ ബെറ്ററാണ്. പണ്ടത്തെ അപേക്ഷിച്ച് ഈ കോവിഡിന് ശേഷം കുറച്ചുകൂടെ നല്ലൊരു മൂവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ നേച്ചർ അക്വേറിയം ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു പലുഡേറിയം, ടെറേറിയം, ക്ലോസ് ടെറേറിയം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈ പ്ലാന്റ് നടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, പിന്നെ അതിലുണ്ടാവുന്ന ഒരു ഗ്രോത്ത് ഉണ്ട്. നമുക്കിത് കുറച്ചുകൂടെ ലൈവായിട്ട് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്പീഡിൽ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്നും ഇതിങ്ങനെ വാച്ച് ചെയ്യാം, ഇതെന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അക്വേറിയത്തിലാണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പരിപാടി നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതിങ്ങനെ ബബിൾ വിടും, ഓക്സിജൻ ഇങ്ങനെ റിലീസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ലീഫിൽ നിന്ന് ഇങ്ങനെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ
അതുപോലെ വേരുകൾ താഴോട്ട് വളരുന്നത് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവായിട്ടുള്ള വളർച്ചയുണ്ട്. ഇപ്പോൾ കുറേ പ്ലാന്റുകൾ അടുത്ത് വെക്കുന്നു. അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകൾ എങ്ങനെയൊക്കെയാണ് വളരുന്നത്, ഏത് കൂടുതലായിട്ട് വളരും, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളുടെ ഒരു പ്ലേ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അത് തരുന്നൊരു പ്ലഷറുണ്ട്. അതാണ് ഇത് ചെയ്യാൻ വീണ്ടും വീണ്ടും ഇത് ശരിക്കും ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ബിസിനസ്സാക്കിയ ഒരാളാണ്. സോ ഇപ്പോഴും ആ ഹോബി കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ബിസിനസ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷനിലപ്പുറത്തേക്ക് ആ ഹോബി ഇല്ലെ പാഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്ന് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അതേ കൗതുകം ഇന്ന് ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ട്. കാരണം പ്ലാന്റിലുണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നുള്ളത് അതൊരു ക്യൂരിയോസിറ്റി തന്നെയാണ്. ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഒരു കളക്ഷൻ 1500 രൂപ മുതൽ 1,00,000 രൂപ വരെയുള്ള ടെറേറിയംസ് ഉണ്ട്. അതിൻ്റെ സൈസിലല്ല, മറിച്ച് അതിൻ്റെ ഒരു പഴക്കം, അതിൻ്റെ സ്റ്റൈല്, അതിൻ്റെ ബോട്ടിൽ ഷേപ്പ്, ഇതെല്ലാം അനുസരിച്ച് നമ്മുടെ ടെറേറിയത്തിൻ്റെ റേറ്റുകൾ മാറി മാറി വരും. അപ്പോൾ അതെന്താണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസിന് ഇത്ര കാരണം എന്ന് വെച്ചാൽ ലൈറ്റിനനുസരിച്ചിട്ടും ഇതിൻ്റെ സ്റ്റൈലും പഴക്കവും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ റേറ്റുകളിൽ നല്ല മാറ്റങ്ങൾ വരും. ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 7 കൊല്ലം പഴക്കം ഉള്ള ടെറേറിയം ഉണ്ട്. അത് ഇതുവരെ ഓപ്പൺ ചെയ്യാത്തൊരു ടെറേറിയം കൂടിയാണ്. ഇപ്പം 4 കൊല്ലമായിട്ട് ഓപ്പൺ ചെയ്യാത്ത ഒരു ടെറേറിയം, ഒരു 3 ടെറേറിയംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ടെറേറിയം കുറച്ചുകൂടെ മെയിൻ്റെനൻസ് ഇല്ലാതെ തുറക്കാതെ കുറേ കാലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റേറ്റിനുള്ളൊരു റീസണും. എന്തൊക്കെയാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. ഇതുപോലെയുള്ളവരെ നമുക്ക് വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. വളരെ വ്യത്യസ്തമായ, വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ പാടവും പറമ്പും എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ വളരെ അത്ഭുതപ്പെട്ടു പോയ കാഴ്ചകളായിരുന്നു ഇത്രയും നേരം ഞങ്ങൾ കണ്ടത്, അതുപോലെ അറിഞ്ഞതും. ഇവരുടെ ഈ അറിവുകളൊക്കെ നമുക്കറിയാം. ഈ ഒരു ടെറേറിയം പോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വയനാട്ടുകാർക്കും അല്ലെങ്കിൽ ചിലപ്പോൾ കേരളക്കാർക്ക് തന്നെ അപൂർവമായി ചില ആളുകൾ ചെയ്യുന്നു എന്നുള്ള ചിലരുടെ കയ്യിൽ മാത്രം ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിങ്ങനെ നമുക്കതിനെ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചു. അതിന് നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ആ ഒരു സൈക്കിൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്കെന്തായാലും ഈ യുവദമ്പതികൾക്ക് വളരെ വലിയൊരു രീതിയിലുള്ള അഭിനന്ദനം വയനാട് വിഷൻ്റെയും അതുപോലെ പാടവും പറമ്പും ചാനലിൻ്റെ പേരിലും നമ്മുടെ പ്രേക്ഷകരുടെ പേരിൽ കൂടി ഞാൻ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ആർട്ടും അതുപോലെ സയൻസും കൂടി ഒരുമിച്ച് വളരെ ഒരു മനോഹരമായ ഒരു സംരംഭമാണ് ഇവരുടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഈ ഒരു സംരംഭത്തിന് ആശംസകൾ നേരിടുന്നു. ഈ ആഴ്ച പാടവും പറമ്പും എപ്പിസോഡ് ഈ മനോഹര കാഴ്ചകളോടെ, വ്യത്യസ്തമായ മനോഹര കാഴ്ചകളോടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.